അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. പൈതങ്ങൾ ജാറം ഉറൂസ് 2-3 തീയതികളിൽ പൊന്മുണ്ടം ചോലപ്പുറം പൈതങ്ങൾ ജാറം കേന്ദ്രീകരിച്ച് എല്ലാ മാസവും നടത്തിവരുന്ന അസ്മാഉൽ ഹുസ്ന റാത്തീബിന്റെ 23-ാം വാർഷികവും ജാറം ഉറൂസ് മുബാറക്കും 2026 ജനുവരി 2, 3, 4 തീയതികളിലായി മഖാം പരിസരത്ത് വെച്ച് നടത്തും. സ്വലാത്ത് റാലി, സിയാറത്ത്, പതാക ഉയർത്തൽ, റിഫായി റാത്തീബ്, സൗഹൃദ സമ്മേളനം, അസ്മാഉൽ ഹുസ്ന റാത്തീബ്, ഷാദുലി റാത്തീബ്, റിലീഫ് വിതരണം, അന്നദാനം, സമാപന സമ്മേളനം എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കും. വാർഷികവും പൈതങ്ങൾ ജാറം ഉറൂസ് മുബാറക്കും 2026 ജനുവരി 2, 3, 4 വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി പൊന്മുണ്ടം ചോലപ്പുറം പൈതങ്ങൾ ജാറം അങ്കണത്തിൽ വെച്ച് വൈവിധ്യമാർന്ന പരിപാടികളോടുകൂടെ വിപുലമായി നടത്തപ്പെടുന്ന കാര്യം എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും ഔദ്യോഗികമായി അറിയിക്കുകയാണ്. കൂട്ട സിയാറത്ത്, സ്വലാത്ത് റാലി, പതാക ഉയർത്തൽ, സൗഹൃദ സമ്മേളനം, റിഫാഇയ റാത്തീബ് മജ്ലിസ്, ഷാദുലി റാത്തീബ് മജ്ലിസ്, അസ്മാഉൽ ഹുസ്ന റാത്തീബ് മജ്ലിസ്, സമാപന സമ്മേളനം എന്നീ പ്രോഗ്രാമുകളാണ് 3 ദിവസങ്ങളിലായി പരിപാടിയുടെ ഭാഗമായി നടത്തപ്പെടുന്നത്. ജനുവരി 2 വെള്ളിയാഴ്ച കാലത്ത് 7 മണിക്ക് പൊന്മുണ്ടം ജുമാഅത്ത് പള്ളി മക്കാം സിയാറത്തോടുകൂടെ ആരംഭം കുറിക്കുകയാണ്. തുടർന്ന് സ്വലാത്ത് ജാഥ നടക്കുന്നു. കാലത്ത് 8 മണിക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുഷാവറ അംഗം ബഹുമാനപ്പെട്ട സയ്യിദ് മുത്തുക്കോയത്തങ്ങൾ എളങ്കൂർ പതാക ഉയർത്തുന്നു. വൈകുന്നേരം 6:30 സൗഹൃദ സമ്മേളനം നടക്കുന്നു. ആദരണീയരായ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ സൗഹൃദ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. കേരളത്തിൻ്റെ വഖഫ്, ഹജ്ജ്, കായിക മന്ത്രി ബഹുമാന്യനായ വി അബ്ദുറഹ്മാൻ സാഹിബ് വേദിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നു. പ്രാദേശിക, രാഷ്ട്രീയ, സാമൂഹിക, മതരംഗങ്ങളിൽ, സംഘടനാ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങൾ സൗഹൃദ സമ്മേളനത്തിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നു. പ്രമുഖ മതപ്രഭാഷകൻ മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി മുഖ്യ പ്രഭാഷണം നടത്തുന്നു. 2ാം ദിവസമായ ശനിയാഴ്ച കാലത്ത് 6 മണിക്ക് ഷാദുലിയ റാത്തീബ് നടക്കുന്നു. അബ്ദുസലാം ബാക്കവി പരപ്പനങ്ങാടി നേതൃത്വം നൽകുന്നു. വൈകുന്നേരം അസ്ർ നിസ്കാരത്തിന് ശേഷം നടത്തപ്പെടുന്ന അസ്മാഉൽ ഹുസ്ന റാത്തീബ് മജ്ലിസിന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗം ഷെയ്ഖുന അബ്ദു മുസ്ലിയാർ താന്നാളൂർ നേതൃത്വം നൽകുന്നു. മഗ്രിബിന് ശേഷം നടക്കുന്ന റിഫാഇയ മജ്ലിസിൽ ഇബ്രാഹിം സഖാഫി താത്തൂർ ഉദ്ബോധന പ്രഭാഷണം നടത്തുന്നു. ഡോക്ടർ കോഴ കാപ്പാടും സംഘവും റാത്തീബിന് നേതൃത്വം നൽകുന്നു. സമാപന ദിവസമായ ജനുവരി 4 ഞായറാഴ്ച കാലത്ത് 8:30 ഗ്രാൻഡ് മൗലിദ് മജ്ലിസ് നടക്കുന്നു. കേരളത്തിലെ പ്രഗത്ഭരായ മാദിഹീങ്ങൾ സയ്യിദ് ത്വാഹ തങ്ങൾ, സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ,
അസ്ഹർ കല്ലൂർ തുടങ്ങി പ്രഗത്ഭരായ മാദിഹീങ്ങൾ അതിന് നേതൃത്വം നൽകുന്നു. ജനുവരി 2 വെള്ളി രാവിലെ 7 സിയാറത്തോടെ ആരംഭം കുറിക്കും. തുടർന്ന് സ്വലാത്ത് റാലി നടക്കും. പതാക ഉയർത്തലിന് സയ്യിദ് എളങ്കൂർ മുത്തുക്കോയ തങ്ങൾ നേതൃത്വം നൽകും. വൈകുന്നേരം 6:30 സൗഹൃദ സമ്മേളനം പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി വി അബ്ദുറഹ്മാൻ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. പ്രാദേശിക മത സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുക്കും. മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി മുഖ്യപ്രഭാഷണം നടത്തും. ജനുവരി 3 ശനി കാലത്ത് 6 മണിക്ക് ഷാദിലി റാത്തീബ് നടക്കും. അബ്ദുസലാം ബാഖവി പരപ്പനങ്ങാടി നേതൃത്വം നൽകും. വൈകുന്നേരം 4 മണിക്ക് അസ്മാഉൽ ഹുസ്ന റാത്തീബ് മജ്ലിസിന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ അംഗം ശൈഖുന അബ്ദു മുസ്ലിയാർ താനാളൂർ നേതൃത്വം നൽകും. വൈകുന്നേരം 6:30 റിഫായി റാത്തീബ് മജ്ലിസ് നടക്കും. ഇബ്രാഹിം സഖാഫി താത്തൂർ ഉദ്ബോധന പ്രഭാഷണം നടത്തും. ഡോക്ടർ കോയ കാപ്പാട് റാത്തീബിന് നേതൃത്വം നൽകും. സയ്യിദ് ഷറഫുദ്ദീൻ ബുഖാരി കാവുംപുറം പ്രാർത്ഥന നിർവഹിക്കും. ജനുവരി 4 ഞായർ സമാപന സമ്മേളനം രാവിലെ 8:30 ഗ്രാൻഡ് മൌലീദ് മജ്ലിസിൽ നടക്കും. സയ്യിദ് ത്വാഹ തങ്ങൾ പൂക്കോട്ടൂർ, സയ്യിദ് സൈനുൽ ആബിദീൻ ബുഖാരി ഇട്ടിലാക്കൽ, അസ്ഹർ റബ്ബാനി കല്ലൂർ, ഖാസിം അൽ ഹസനി പാലക്കാട് എന്നിവർ നേതൃത്വം നൽകും. കാലത്ത് 10 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി മുഖ്യപ്രഭാഷണം നടത്തും. സയ്യിദ് ഇമ്പിച്ചിക്കോയ തങ്ങൾ ബയാർ ദിക്ർ ദുആയ്ക്ക് നേതൃത്വം നൽകും. പരിപാടിയുടെ ഭാഗമായി റിലീഫ് വിതരണവും മുഴുവൻ ദിവസവും അന്നദാനവും നടക്കും. സ്വാഗത സംഘം മുഖ്യ രക്ഷാധികാരി സയ്യിദ് ഷറഫുദ്ദീൻ ബുഖാരി കാവുംപുറം, സയ്യിദ് പൂക്കോയ തങ്ങൾ ജിലാനി പൊന്മുണ്ടം, യൂനുസ് സഖാഫി നന്നമ്പ്ര, സ്വാഗത സംഘം ചെയർമാൻ ഇബ്രാഹിംകുട്ടി ഹാജി നീലിയാട്ട, സ്വാഗത സംഘ കൺവീനർ ഹനീഫ നീലിയാട്ട, സ്വാഗത സംഘ ഫിനാൻസ് സെക്രട്ടറി മാനുപ ഹാജി വൈലത്തൂർ, അബ്ദുൽ കരീം ഹാജി, ത്വഹ തങ്ങൾ മുയീനി എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ്. തിരൂരിൽ IHT തന്നെ ഹിറ്റ്. നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ IHT 25ാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു. ഗവൺമെന്റ് PSC അംഗീകരിച്ച വിവിധ കോഴ്സുകൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ, നോർക്ക അറ്റസ്റ്റേഷൻ, AI ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം, പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം. IHT കോളേജ് പയ്യനങ്ങാടി തിരൂർ. ബ്രാഞ്ച് പോലീസ് ലൈൻ. ഫോൺ 9847 300 120.